ഇതെന്താ ഓണം വെക്കേഷൻ ആയില്ലല്ലോ? സ്റ്റഡി ലീവ് അച്ഛ. അപ്പോഴത്തേക്കും ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു. അപ്പോ എക്സാം കഴിഞ്ഞോ? ഇല്ല, അത് ഓണം കഴിഞ്ഞിട്ടാ. സാധാരണ എല്ലാ സ്കൂളിലും ഓണത്തിന് മുൻപാ എക്സാം. ചില സ്കൂളുകളിൽ അങ്ങനെയല്ല അമ്മായി. എന്തായാലും നന്നായി, അമ്മയോടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഓണം കഴിഞ്ഞു പോവാം. മോൾ ആദ്യം ചെന്ന് അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങി. മോളെ, അപ്പൂനെയും കുട്ടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. മോള് ചെല്ലേ. രാജു വരുന്നോ അമ്മമ്മയെ കാണാൻ? അപ്പൂനെ രക്ഷിക്കാനായിട്ട് രാജു ഇവിടെ ഒരു നുണക്കഥ പറഞ്ഞു അല്ലേ? മാഡം, പതറണ്ട, ഞാൻ ചോദിച്ചത് സത്യല്ലേ? നീ ഒരു നുണക്കഥയല്ലേ രാജു പറഞ്ഞത്? അതെ മാഡം. പാവം, നിനക്കൊരു കള്ളത്തരം പറയാനുള്ള മിടുക്കൊന്നുമില്ല. നീയേ നിഷ്കളങ്കന. മാഡം, ഞാനത് വേണ്ട, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയണ്ട. നീ പറഞ്ഞത് കള്ളത്തരാണെന്ന് നിന്റെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. അത് സിക്സ്ത് സെൻസ് ഒന്നുമല്ല, ജീവിതാനുഭവങ്ങളിലൂടെ കിട്ടിയ കോമൺ സെൻസാ. അത് മാത്രം മതി അത് മനസ്സിലാക്കാൻ. ഒരു കാര്യം 100% സത്യം, നീ നിന്റെ നന്മയല്ല മറ്റുള്ളവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. നീ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും വരരുതെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നു. ബൈബിളിലുള്ളത് ചെറുതായൊന്ന് തിരുത്തി പറഞ്ഞ നീ നിന്നെക്കാളേറെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുന്നു. അയ്യോ മാഡം, ഒരു കാര്യം എനിക്ക് നിന്നോട് പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ ജീവിതം പലപ്പോഴും പോകുന്നത് നമ്മുടെ കൺട്രോളിലല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ ഇടപെടലുകളുണ്ട്. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പലതും അർഹതയില്ലാത്തത്, അർഹതയുള്ളത് എന്നൊന്നും വേർതിരിച്ച് കാണരുത്. പലതും ദൈവനിയോഗമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോ മനസ്സിനത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ മുതിർന്നവര് പറയുന്ന ചില കാര്യങ്ങൾ രാജു അനുസരിക്കണം. അതുകൊണ്ട് ഭാവിയിൽ നിനക്കൊരു ദോഷവും വരില്ല. കാരണം നീ ദൈവാധീനമുള്ളവനാ. എന്നാ പൊയ്ക്കോ. അത് ഒന്ന് തുറന്നു പറയാമേ. ജീവിതത്തിൽ ആദ്യമായി നിങ്ങളുടെ അച്ഛനോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു. എന്ത് കാര്യം? രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം നടത്താമെന്ന് ഞാൻ രുക്മിണിക്ക് വാക്കുകൊടുത്തു. വാക്കുകൊടുത്തോ? ആ അതെ. അമ്മ ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ? ഈ കുടുംബത്തിന് പ്രയോജനമുള്ള കാര്യം. അമ്മേ, എന്തുകൊണ്ട് രാജുവിന് പറ്റിയ പെണ്ണ് രമ്യ തന്നെയാ. നമുക്ക് ചേരുന്ന ബന്ധവും
അതെ, നന്നായി അമ്മേ, നന്നായി. ഈ കല്യാണം നടത്തിക്കൊടുത്ത ശ്രീലക്ഷ്മി ഹരീഷിനെ അംഗീകരിക്കാവുന്നു, ഹരീഷിന്റെ ഷെയർ കൊടുക്കാവുന്നു രുക്മിണി എനിക്ക് വാക്ക് തന്നു. അത് പോരെ, നമ്മുടെ കുടുംബം ഇതോടുകൂടി സന്തുഷ്ട കുടുംബമായില്ലേ? ആ ഈ കല്യാണം മുണ്ടയ്ക്കൽ കൊച്ചമണിയുടെ നേതൃത്വത്തിൽ നടക്കണം. എന്നാലേ എനിക്കൊരു വാര് വാരാൻ പറ്റൂ. ഷോ, ഓരോരുത്തരുടെയും ചെവിയിൽ ഓതി ഓതിയായി ഈ കാര്യങ്ങൾ ഞാൻ ഇവിടം വരെ എത്തിച്ചത്. അല്ലെങ്കിലേ മുണ്ടക്കലമ്മ ഞങ്ങളുടെ ഭാഗത്താന്ന് പണ്ടേ എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ആയതേ സൗമ്യമോളുടെ ഈ നല്ല സ്വഭാവം കൊണ്ടാ. അതെ, സൗമ്യല്ല, രമ്യ. അയ്യോ, അത് തന്നെ രമ്യമോള്. നീയുണ്ടല്ലോ തങ്കപ്പെട്ടൊരു പൊന്നോമനയാ. അതെ, ഞാൻ എന്റെ മോളെ വളർത്തിയത് നല്ല അച്ചടക്കത്തോടെയാ. അതെനിക്കറിയാലോ. അതാണല്ലോ ഏത് നേരവും ആ രാജുവിന്റെ പുറകെ പ്രാന്തെടുത്ത് നടക്കുന്നത്. ഈ കല്യാണം നടക്കുന്നതിൽ ഒരേ ഒരു എതിരാളിയെ നമുക്കുള്ളൂ. അതാരാ? ആരാണെന്ന് അറിഞ്ഞൂടെ? ആ രാജുവിന്റെ തന്ത, ആ കോന്തം വേണു. അവൻ അടിമുടി ഈ കല്യാണത്തിന് എതിർക്കും.